ഹൃദയപൂർവ്വം വയനാടിനൊപ്പം. ഹൃദയപൂർവ്വം വയനാടിനൊപ്പം ആലുവ SNDP സ്കൂൾ കൈകോർക്കുന്നു. ഇന്ന് ഈ SNDP സ്കൂളിൻ്റെ അങ്കണത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി നമ്മുടെ വയനാടിനു വേണ്ടി ആദരസൂചകമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. 1000 തിരുനാളങ്ങൾ തെളിയിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാം. ആലുവ SNDP ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യ കൊണ്ട് സ്വതന്ത്രരാവും. ശ്രീനാരായണ ഗുരുവിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പമാണ് സംസ്കൃത പാഠശാല എന്ന ആശയം. ആ സംസ്കൃത പാഠശാലയുടെ പാരമ്പര്യമാണ് ഈ വിദ്യാലയത്തെ ഇന്ന് നയിക്കുന്നത്. ശ്രീനാരായണ ദർശനം പോലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയല്ല, അവരെ ചേർത്ത് നിർത്തി കരുത്തും ആശ്വാസവും നൽകുക എന്നതാണ് ഏവരുടെയും കടമ. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത വേദനയും ദുഃഖവുമാണ് നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. പെരുമഴയ്ക്കൊപ്പം മരണവും പെയ്തിറങ്ങിയ രാവുമാഞ്ഞപ്പോഴേക്കും ബാക്കിയായത് തീരാനോവും നികത്താനാകാത്ത നഷ്ടങ്ങളുമാണ്. കേരളത്തിൻ്റെ ഈ വേദനയിൽ ലോകം മുഴുവൻ ദുഃഖിക്കുമ്പോൾ ആ വേദനയ്ക്കൊപ്പം ആലുവ SNDP ഹൈസ്കൂൾ വിദ്യാർത്ഥികളും പങ്കുചേരുകയാണ്. ഹൃദയപൂർവ്വം വയനാടിനൊപ്പം. കാലിണ കൈവണങ്ങുന്നു ഞങ്ങൾ, വായുവും വെള്ളവും മണ്ണും ആകാശവും തീയും നിന്റെ അനുഗ്രഹങ്ങൾ. ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ, എറണാകുളം ഗ്രാൻഡ് മസ്ജിദ് ഇമാം MP ഫൈസൽ അസ്കരി, ആലുവ ജീവാസ് കേന്ദ്രത്തിലെ ഫാദർ ടോസി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സ്കൂളിലെ പ്രധാന രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിലാണ് ഹൃദയപൂർവ്വം വയനാടിനൊപ്പം എന്ന ചടങ്ങ് സംഘടിപ്പിച്ചത്. മൺചിരാതും മെഴുകുതിരികളും കത്തിച്ചാണ് 1500ഓളം വിദ്യാർത്ഥികൾ പ്രാർത്ഥനയിൽ പങ്കാളികളായത്. പ്രിൻസിപ്പൽ P. സുജ, ഹെഡ് മിസ്സസ് MP നടാഷ, PTA ഭാരവാഹികളായ സുബൈർ അണ്ടോളിൽ, സാംലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കണ്ണിയാണ് ആലുവയുടെ ഹൃദയഭാഗത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സ്ഥാപിതമായ SNDP സ്കൂളിലെ അധ്യാപകർ, ഇതിൻ്റെ PTA ഭാരവാഹികളടക്കം ഇതിനു വേണ്ടി മുന്നോട്ട് വച്ച ഈ പ്രയത്നം തീർച്ചയായും ഇതൊരു പ്രസംഗ പ്രാധാന്യമുള്ള ഒന്നല്ല. ഞാൻ ഒറ്റ വാക്ക് മാത്രം പറയുന്നു. ഈ വേദനയ്ക്കിടയിലും നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ മാഷ് എന്ന് പറയുന്നൊരു മാഷാണ് അതിലെ ഏറ്റവും ഒരു വൈകാരിക സ്പർശമുള്ള വാർത്ത നമുക്ക് സമ്മാനിച്ചത്. അദ്ദേഹം പഠിപ്പിക്കുന്ന സ്കൂളിലെ വെള്ളാർമല സ്കൂൾ എന്ന് പറയുന്ന വയനാട്ടിലെ ഈ ദുരന്ത മേഖലയിലെ സ്കൂൾ 18 കൊല്ലമായി അദ്ദേഹം ആ സ്കൂളിൽ അധ്യാപകനാണ്. സ്വന്തം നാട് ആലപ്പുഴയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടും വെള്ളാർമലയിലെ സ്കൂളിലെ PTA ഭാരവാഹികളും കുട്ടികളും അദ്ദേഹത്തെ വിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചു, ഞങ്ങളുടെ സാറിനെ ഞങ്ങൾക്ക് വേണം, നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം താമസിക്കൂ എന്ന് പറഞ്ഞ് ആ ഉണ്ണികൃഷ്ണൻ മാഷ് ആ കുട്ടികളുടെ സ്നേഹവായ്പിൻ്റെ മുമ്പിൽ 18 കൊല്ലമായി സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടും പോകാതെ വെള്ളാർമലയിലെ സ്കൂളിൽ അധ്യാപകനായ സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കരച്ചിലാണ് TV-യിൽ കണ്ട ആ വേദനകളിൽ ഏറ്റവും വൈകാരികമായി എൻ്റെ ഹൃദയത്തിലുടക്കിയ ഒരു കാഴ്ച.
മൊയ്തു മൗലവിയുടെ ചിരുതപ്പെങ്ങൾ എന്ന് നാദാപുരത്തുകാർ വിളിക്കുന്ന ആ ചിരുതപ്പെങ്ങൾ മൊയ്തു മൗലവിയുടെ പെങ്ങളായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ചിരുതപ്പെങ്ങളുടെ അമ്മ മൊയ്തു മൗലവിക്ക് ചെറുപ്രായത്തിൽ മുല കൊടുത്തു എന്നുള്ളതാണ് കാരണം പറയുന്നത്. അങ്ങനെ ജാതിമത ഭേദമന്യേ ഏത് കുഞ്ഞ് എന്ത് പേര് എന്ന് നോക്കാതെ ദുരന്തഭൂമിയിൽ ഓടിയെത്തി മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായ ഭാവന എന്ന സഹോദരിയുടെ ത്യാഗമുണ്ടല്ലോ. ഞാൻ ആഗ്രഹിച്ചു ആ ചിരുതപ്പെണ്ണിനെ പോലെ ഒരു ചരിത്രം, മൊയ്തു മൗലവിയെ പോലെ ഒരു ചരിത്രം കേരളം അങ്ങനെ ജാതിക്കും മതത്തിനും അതീതമായി ഓരോരുത്തരും അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ വൈവിധ്യങ്ങൾക്കിടയിൽ മാനവികതയെ ഒപ്പിയെടുക്കുന്ന, കരളിലയിപ്പിക്കുന്ന സന്തോഷത്തിൻ്റെ കൺകുളിർമയുടെ ഒരു കാഴ്ച കൂടി കാണാൻ ഈ സമയത്ത് നമുക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, വയനാടിൻ്റെ ദുരന്തത്തിൽ അതിലെ നന്മയുടെ പാഠങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം സന്ദർഭത്തിൽ ഈ മനുഷ്യരോടൊത്ത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാ അർത്ഥത്തിലും അവരോട് ഐക്യപ്പെടുക എന്ന ഈ പുണ്യപ്രവൃത്തിയിൽ നമുക്ക് കൈകോർക്കാം. ആ ദുരന്തത്തിന് ഇരകളായ എല്ലാ മനുഷ്യരെയും സർവശക്തനായ കാരുണ്യവാനായ ജഗദീശ്വരൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കെടുതികളിൽ നിന്ന് അവർക്കെല്ലാവർക്കും, ജീവിച്ചിരിക്കുന്നവർക്കും ദൈവം ആ കെടുതികളെ അതിജയിക്കുവാനുള്ള കരുത്ത്, ക്ഷമാശീലം അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ച SNDP സ്കൂളിലെ അധ്യാപകർ, PTA ഭാരവാഹികൾ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വയനാട് ദുരന്തമുണ്ടായപ്പോൾ മനുഷ്യർ കണ്ട മറ്റൊരു അത്ഭുതം, മനുഷ്യർ അവരോടൊപ്പം ചേർന്ന് അതിനെ അതിജീവിക്കാനും അതിനെ പരിഹരിക്കുവാനുമായിട്ട് എല്ലാ ദിവസവും പരിശ്രമിക്കുകയായിരുന്നു. അതിനിടയിലുണ്ടായ ചില അത്ഭുത കാഴ്ചകളാണ് നമ്മൾ മുന്നേക്ക് പറഞ്ഞു കേട്ടത്. നമുക്കറിയാം, മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ക്രൂരമായ കൊലപാതകങ്ങൾക്ക് മൃഗീയമായിരുന്നു എന്നൊക്കെ പറയും. ഈ വയനാട് സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അമ്മ TV-യിൽ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഒരമ്മയും 2-3 കുട്ടികളുമൊക്കെ ആയിട്ട് ഉൾപ്പൊട്ടലിൽ നിന്നും അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോൾ അവരെ ഒരു ആന എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത്. ആനയുടെ മുന്നിൽ ഈ അമ്മ ഇങ്ങനെ പറയണേ, ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങളെ ഒന്നും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞപ്പം അതിൻ്റെ 2 കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുകയായിരുന്നു. ഞങ്ങളതിൻ്റെ കാൽക്കല് ആ രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടി. പുലരിയിൽ മനുഷ്യർ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് വന്നപ്പോഴാണ് അത്രയും നേരം ഞങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് ആ ജീവി ഞങ്ങളോട് കരുണ കാണിച്ചു എന്ന് പറയാം. അങ്ങനെ മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ദുരന്തത്തെ അതിജീവിക്കാനായിട്ട് കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ കാലത്തും നന്നായിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമുക്കും ജീവൻ നഷ്ടപ്പെട്ടു പോയ ആ ജനതയോടൊപ്പം ചേർന്ന് നിൽക്കാം. ഒപ്പം അവശേഷിക്കുന്നവരുണ്ടാവും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് കുടുംബങ്ങളില്ലാത്തവർ, അവരുടെയൊക്കെ ജീവിതത്തെ കരുണാപൂർവം ഒരു സൗഭാഗ്യകരമായ ഒരു ജീവിതം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനായിട്ട് പരിശ്രമിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. മരണം മൂലം വേർപെട്ട് പോയവർക്ക് ദൈവം നിത്യാശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ചുരുക്കത്തിൽ സംഭവിച്ച ദുരന്തം അത് വയനാടിന് മാത്രം സംഭവിച്ച ഒന്നല്ല. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മാത്രം സംഭവിച്ച ദുരന്തമല്ല, ദുരന്തം നമ്മുടേത് കൂടിയാണ്. നമുക്ക് കൂടിയാണ് ഈ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ദുരന്തത്തിന് ഇരയായവർ നേരിട്ട് അതിൻ്റെ എല്ലാ കെടുതികളും അനുഭവിക്കേണ്ടി വന്നവരോട് പൂർണ്ണമായിട്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. നമുക്ക് നേരിട്ടതിൽ ഭാഗഭാക്കാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഈ ദുരന്ത നിവാരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഐക്യദാർഢ്യം നൽകാം. അവർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ
നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാനായിട്ടുള്ള സന്മനസ് കാണിക്കാം. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് പോയവർക്ക് ആത്മശാന്തിക്കായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം നഷ്ടപ്പെട്ടവർക്കൊപ്പം നിൽക്കുക. അതിനായി കൈമയും മറന്ന് എല്ലാവരും രംഗത്തിറങ്ങേണ്ടിയിരിക്കുന്നു. സമാനതകളില്ലാത്ത ദുരന്തങ്ങൾക്കിരയായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്കേവർക്കും ആ മഹാദൗത്യത്തിനായി കൈകൾ കോർക്കാം. നമ്മൾ SNDP സ്കൂളിൻ്റെ അങ്കണത്തിൽ വന്നപ്പോൾ വളരെ എന്താ പറയുക, വളരെ ദയനീയമായിട്ട്, വളരെ സങ്കടപരമായിട്ട് എല്ലാ കുട്ടികളും അവർക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുവാനുള്ള കാഴ്ച V1 ചാനലിന് കാണുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കുട്ടിയോട് നമുക്കതിനെക്കുറിച്ച് ചോദിക്കാം. മോളെ, നമ്മുടെ വലിയൊരു ആപത്തല്ലേ വയനാട്, അറിഞ്ഞാണോ? നമ്മുടെ സഹപാഠികൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കുടുംബക്കാർ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് പിടിച്ചോളൂ. എന്താണ് നമുക്ക് വയനാട് നടന്ന ആ വലിയ ദുരന്തത്തിൽ നമുക്ക് അവരോട് പറയാനുള്ള വാക്കുകൾ? എനിക്ക് വളരെയധികം സങ്കടം തോന്നുന്നു. SNDP ആലുവ സ്കൂളിലായിട്ട് അവർക്ക് വലിയ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ വയനാട്ടിലത്തെ സുഹൃത്തുക്കൾക്കും എൻ്റെ വകയും എൻ്റെ സ്കൂളിൽ SNDP ആയ ആദരാഞ്ജലികൾ വയനാട്ടിലത്തെ എല്ലാവർക്കും ഞാൻ അറിയിക്കുന്നു. വയനാട്ടിൽ അന്തരിച്ച എൻ്റെ കൂടപ്പിറപ്പുകൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും SNDP സ്കൂളിൻ്റെ വക ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇനിയും നമ്മൾ അതിജീവിക്കും. വയനാട്ടിൽ നടന്ന ഈ ദുഃഖത്തിൽ V1 ആലുവയും പങ്കുചേരുന്നു. ക്യാമറമാൻ അബു ലൈസിനൊപ്പം വിനോദ് ചാക്യാർ, V1 ആലുവ.